എബിച്ചായ മതി, വേഗം പോകാൻ നോക്ക്. ഇനി ലേറ്റായ ചിലപ്പോൾ അങ്ങേര് നമ്മളെ രണ്ടുപേരെയും കൈയോടെ വെക്കും. തൻ്റെ നഗ്നമായ ശരീരം പുതപ്പ് കൊണ്ട് മൂടിക്കൊണ്ട് ലിസി പറഞ്ഞു. എബി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവളുടെ ശരീരത്തിൽ നിന്നും പുതപ്പ് വലിച്ചു മാറ്റി ലിസിയുടെ നഗ്നമായ മാറിടത്തിലേക്ക് മുഖം ചേർത്തു. ഒന്ന് പതുക്കെ ചായ, ഇങ്ങനെ ആക്രാന്തം കാണിക്കല്ലേ. എബിയുടെ കരവലയത്തിൽ കിടന്ന് ലിസി പൊളഞ്ഞു. നിന്നെ അനുഭവിച്ച് കൊതി തീർന്നില്ലടി പെണ്ണെ. അങ്ങനെ പെട്ടെന്ന് പോകാൻ പറഞ്ഞാൽ ഞാൻ എങ്ങനെ പോകാനാ? എത്ര ദിവസത്തിന് ശേഷമാണ് നിന്നെ ഇന്ന് എനിക്ക് കൈവാക്കിന് കിട്ടിയത്. ഒരു റൗണ്ട് കൂടി പെട്ടെന്ന് തീർത്തിട്ട് ഞാൻ പോകാൻ പെണ്ണെ. അത് പറഞ്ഞുകൊണ്ട് എബി അവളുടെ നഗ്നമായ മാറിലേക്ക് മുഖം ചേർത്തു. അതെ എബിച്ചായ, ഒന്ന് പെട്ടെന്നാവട്ടെ കേട്ടോ. തോമസ് ചായം വന്നാൽ നമ്മൾ പെട്ടുപോകും. അവൻ ഇപ്പോൾ ഒന്നും വരില്ലടി, വല്ല ബാറിലും കുടിച്ച് ഫിറ്റായി കിടപ്പുണ്ടാകും. എബി നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു. അവൻ്റെ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ അമർന്നപ്പോൾ അവൾക്ക് ഇക്കിളിയായി. എബിച്ചായ, നിങ്ങളുടെ കൈക്ക് വല്ലാത്ത കരുത്താണ്. നിന്നെ താങ്ങാൻ എനിക്ക് മാത്രമേ പറ്റൂ. ചുമ്മാതല്ല നിന്റെ ഭാര്യ നിന്നെ തൊടാൻ സമ്മതിക്കാത്തത്. നിന്റെ ഈ ആക്രാന്തം സഹിക്കാൻ എനിക്കേ പറ്റൂ. എനിക്ക് വേണ്ടതും ഇത് തന്നെയാണ്. എൻ്റെ തോമസ് ചായനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അയാൾക്ക് കള്ളു കുടിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി മാറിക്കിടക്കണം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ കൈക്കരത്തിന് മുന്നിൽ ഞാൻ കീഴടങ്ങിപ്പോയത്. ലിസി കുറുകലോടെ പറഞ്ഞു. നീ ഒരു സുന്ദരി തന്നെയാണ് ലിസി. തോമസിന് നിന്നെ അനുഭവിക്കാൻ ഭാഗ്യമില്ല എന്ന് വേണം പറയാൻ. അല്ലെങ്കിലും ദൈവം എറിയാൻ അറിയാവുന്നവൻ്റെ കയ്യിൽ വടി കൊടുക്കില്ലല്ലോ. സെക്സിൻ്റെ കാര്യത്തിൽ എൻ്റെ ഭാര്യയും കണക്കാണ്. ഒരു പ്രസവം കഴിഞ്ഞതോടെ അവൾക്ക് ഇതെല്ലാം മതിയായി. ഒരു മൂടില്ലാതെ എങ്ങനെയാ ഇതൊക്കെ? എബിയും ലിസിയും ഒരേ കോളേജിൽ പഠിച്ചവരാണ്. ലിസിയുടെ സീനിയർ ആയിരുന്നു എബി. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ഇരുവർക്കും ഒരു നോട്ടമൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും പരസ്പരം പ്രണയം തുറന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതോടെ ലിസിയുടെ പപ്പ അവളെ പള്ളിയിലെ കപ്പിയാർക്ക് കെട്ടിച്ചു കൊടുത്തു. അവളെക്കാൾ 10 വയസ്സിന് മുതിർന്ന കപ്പിയാർ തോമസിനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. അയാൾക്ക് കുട്ടികൾ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ അവരുടെ ജീവിതം ആരെയോ ബോധിപ്പിക്കാൻ എന്ന വണ്ണം തുടർന്നു. സെക്സിലും പൂർണ്ണ പരാജയമായിരുന്നു തോമസ്. കപ്പിയാർ പണി കഴിഞ്ഞു മൂക്കുമുട്ട വെള്ളമടിച്ചിട്ടാണ് വീട്ടിൽ വന്ന് കയറുന്നത്. ചിലപ്പോൾ ചടങ്ങിന് എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ട് അയാൾ കിടന്നുറങ്ങും. ലിസി തൻ്റെ മോഹങ്ങൾ ഉള്ളിലടക്കി കണ്ണീരോടെ ദിവസങ്ങൾ തള്ളി നീക്കി. ലിസിയുടെയും തോമസിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷം കഴിഞ്ഞു. ഒരിക്കൽ പള്ളിയിൽ പോയിട്ട് വരുമ്പോഴാണ് വഴിയിൽ വെച്ച് അവൾ എബിയെ പിന്നെയും കാണുന്നത്. കോളേജ് കഴിഞ്ഞ് കുറേ കാലം ഗൾഫിലായിരുന്നു. അവിടെ നിന്ന് സമ്പാദിച്ച കാശുകൊണ്ട് നാട്ടിലൊരു ബിസിനസ് തുടങ്ങി. ഇപ്പോൾ നാട്ടിൽ സെറ്റിൽഡാണ്. അവനൊരു കുട്ടിയുണ്ട്. ആ പരിചയം പരസ്പരം ഫോൺ നമ്പർ കൈമാറുന്നതിലെത്തി. പിന്നെ ചാറ്റിങ്ങും ഫോൺ കോളും ഒക്കെയായി അവരുടെ ഇടയിൽ പറയാതെ പോയ ആ പഴയ പ്രണയം ഉടലെടുത്തു. അവർ ചാറ്റിങ്ങിലൂടെയും കോളിലൂടെയും ഹൃദയങ്ങൾ കൈമാറി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ സംസാരവും അതിർവരമ്പുകൾ ഭേദിച്ചു തുടങ്ങി. തൻ്റെ ഭർത്താവിൽ നിന്നും കിട്ടാത്ത പലതും അവൾ എബിയിൽ നിന്നും ആഗ്രഹിച്ചു. എബിയും അതുപോലെ തന്നെ ഭാര്യയിൽ നിന്നും കിട്ടാത്തത് ലിസിയിൽ നിന്നും ആഗ്രഹിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായി അവസരം കിട്ടുമ്പോഴൊക്കെ ലിസിയുടെ വീട്ടിൽ ഒത്തുകൂടാൻ തുടങ്ങി. ആർക്കും സംശയമൊന്നും ഉണ്ടാകാതെ അവരുടെ ബന്ധം തുടർന്നു പോയി. ഇപ്പോൾ ഒരാഴ്ചത്തെ ബിസിനസ് ടൂർ കഴിഞ്ഞ് മടങ്ങി വന്ന എബി ലിസിയെ കാണാനുള്ള മോഹത്തോടെയാണ് തോമസ് ഇല്ലാത്ത സമയം നോക്കി അവളുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. തൻ്റെ ആഗ്രഹം സാധിച്ച് തോമസ് വരുന്നതിന് മുൻപ് തന്നെ അവൻ അവിടെ നിന്നും തിരിച്ചുപോയി. താനിന്ന് വരുന്ന വിവരം അവൻ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെത്തി മുൻവാതിൽ അടഞ്ഞു കിടക്കുന്നത് കണ്ട് അതിശയിച്ചു പോയി. സാധാരണ അങ്ങനെ പതിവുള്ളതല്ല. ഈ സമയം മോനും ഭാര്യയും ഇനിയും സിറ്റ് ഔട്ടിലോ ഹാളിലോ ഉണ്ടാവാറാണ് പതിവ്. പക്ഷേ ഇന്ന് കഥ കടച്ചിട്ടിരിക്കുകയാണ്. വാച്ചിൽ നോക്കിയപ്പോൾ മോൻ ട്യൂഷന് പോയി വരാൻ സമയമായില്ല എന്ന് അവന് മനസ്സിലായി. ഗേറ്റ് തുറന്ന് അകത്ത് കയറിയ അവൻ ആദ്യം കാണുന്നത് ആരും ശ്രദ്ധിക്കാത്ത രീതിയിൽ ഷെഡിനുള്ളിലേക്ക് കയറ്റി വെച്ചിരിക്കുന്ന ഒരു ബൈക്കാണ്. അപ്പോൾ തന്നെ അവന് ഭാര്യയെ സംശയം തോന്നി. ഉടനെ തന്നെ എബി ബെഡ്റൂമിലെ ജനലിൻ്റെ അടുത്ത് വന്ന് വാതിൽപ്പാളി തുറന്നു നോക്കി. റൂമിനുള്ളിൽ തൻ്റെ ഭാര്യ പൂർണ്ണ നഗ്നിയായി മറ്റൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് കിടക്ക പങ്കിടുന്നത് അവൻ ഞെട്ടലോടെയാണ് കണ്ടത്. ആ പുരുഷന്റെ മുഖം കണ്ടപ്പോൾ അവൻ്റെ ഞെട്ടൽ വർദ്ധിച്ചു. അത് തൻ്റെ ഭാര്യയുടെ പൂർവ്വകാമുകനായിരുന്നു. കോളേജിൽ പഠിച്ചപ്പോൾ ഒരു പ്രണയം ഉണ്ടായിരുന്നെന്നും അത് വീട്ടിൽ സമ്മതിക്കാത്തത് കൊണ്ട് ബ്രേക്കപ്പ് ആയി പോയത് എന്നും കല്യാണ സമയത്ത് അവൾ പറഞ്ഞത് എബി ഓർത്തു. താൻ ഭാര്യയെ ഇത്രനാളും വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ എന്നൊരു കുറ്റബോധം അവൻ്റെ ഉള്ളിൽ തോന്നിയിരുന്നതായും എന്നാൽ അന്നത്തോടെ ആ കുറ്റബോധം അവനിൽ നിന്നും ഇല്ലാതെയായി. കാമുകനുമായി ബന്ധം സ്ഥാപിച്ചതുകൊണ്ടാണ് അവൾക്ക് തന്നോട് അടുപ്പം കുറഞ്ഞതെന്ന് എബി തിരിച്ചറിഞ്ഞു. എങ്കിലും അവനപ്പോൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ നിൽക്കാതെ തൻ്റെ വണ്ടിയെടുത്ത് തിരിച്ചുപോയി.
എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും തന്റെ ഭാര്യ അവളുടെ പൂർവ്വ കാമുകനുമൊത്ത് കിടക്ക പങ്കിടുന്നത് മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താൻ ചെയ്ത തെറ്റ് തന്നെയാണ് അവളും ചെയ്തതെന്നോർത്ത് അവൻ സ്വയം തൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. തൻ്റെ ഭാര്യയ്ക്ക് തന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അവളെ അവളുടെ പൂർവ്വ കാമുകനൊപ്പം ജീവിക്കാൻ അനുവദിക്കാനും എബിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ രാത്രി വീട്ടിലെത്തിയ എബി മിനിയോട് നമുക്ക് ഡിവോഴ്സ് ആകാമെന്ന് ആവശ്യപ്പെട്ടു. അവൻ എന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പോലും ചോദിക്കാതെ അവളും സമ്മതിച്ചു. അങ്ങനെ 6 മാസത്തിനുള്ളിൽ അവർ പരസ്പര ധാരണയിൽ വേർപിരിഞ്ഞു. മോനെ എബിക്ക് വിട്ടുകൊടുത്തിട്ടാണ് അവൾ പോയത്. അധികം വൈകാതെ മിനി വീട്ടുകാരുടെ സമ്മതം വാങ്ങി തൻ്റെ കാമുകനെ കല്യാണം കഴിച്ച് പുതിയൊരു ജീവിതം തുടങ്ങി. പക്ഷെ അപ്പോഴാണ് എബിക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചടി കിട്ടിയത്. എബി മിനിയെ ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തോമസിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി അവനെ ഡിവോഴ്സ് ചെയ്തിട്ട് എബിയുടെ കൂടെ വരാമെന്നായിരുന്നു ലിസി പറഞ്ഞിരുന്നത്. ഡിവോഴ്സിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓടി നടക്കുന്നതിനിടയിൽ എബിക്ക് കുറച്ചുനാൾ ലിസിയെ കാണാൻ പോകാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് തോമസിൽ നിന്നും ഗർഭിണിയായ ലിസി പതിയെ എബിയിൽ നിന്നും അകലാൻ തുടങ്ങി. ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞതോടെ തോമസ് കൂടി നിർത്തി നല്ലവനായി. അതോടെ എബിയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ച് ലിസി ഭർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങി. അത് എബിക്ക് കനത്ത പ്രഹരമായിരുന്നു. ലിസിയിൽ നിന്നും അങ്ങനെയൊരു ചതി അവൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ഇനി തന്നെ ജീവിതത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞ് ലിസി എബിയുടെ കാല് പിടിച്ചു. തന്നെ മറന്ന് അവൾ വീണ്ടും ഭർത്താവിനോടൊപ്പം സ്നേഹിച്ച് ജീവിക്കുന്നത് കണ്ട് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ലിസിയെ ഉപേക്ഷിച്ച് തൻ്റെ മകനുമായി ഒറ്റയ്ക്ക് ജീവിതം തുടർന്നു. പഴയതെല്ലാം മറന്ന് ലിസി തൻ്റെ ഭർത്താവുമൊത്ത് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടു തുടങ്ങി. എബിയേക്കാൾ അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതും തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ തന്നെയായിരുന്നു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.